അല്ല ബിജു, മഹാസമാധി അറിഞ്ഞില്ലേ? എന്തായി അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ നീ? അത് അതെ, ഇതിപ്പോൾ ഒരു എന്താ പറയുക, നമ്മൾ ചട്ടി ഉണ്ടാക്കുകയാണ്. ഇഞ്ചക്ഷൻ മോൾഡിങ് മെഷീനിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ചട്ടി ഉണ്ടാക്കുകയാണ്. ഇതിന് നമ്മൾ മെറ്റീരിയൽ ഉപയോഗിച്ച് ഡൈ മേക്ക് ചെയ്ത് ഒരു മെഷീനിൽ അടിച്ചെടുക്കണം ഒരു പരിപാടിയാണ്. പക്ഷേ ഈ മഹാസമാധി ആകുമ്പോൾ അവിടെ വന്നിട്ട് പൈസ വന്ന് വിടും. ഇത് നമ്മൾ വിറ്റിട്ട് വേണം പൈസ കിട്ടണമെങ്കിൽ. നല്ലൊരു സ്റ്റാർട്ടപ്പാണ്. ഇത്രയും ലാഭകരമായ മറ്റൊരു സ്റ്റാർട്ടപ്പില്ല. അതിനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മാധ്യമങ്ങൾ കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ കണ്ടത് ഏഷ്യാനെറ്റ് അതിൻ്റെ വീഡിയോ കാണിക്കുകയാണ്. എന്ന് വെച്ചാൽ ഒരാൾ മരിച്ചു, ആളെ മരണം അറിയിക്കുന്നതിന് മുമ്പ് മറവ് ചെയ്തു എന്നുള്ളതാണ് ഇപ്പോഴത്തെ കഥ. അതിന് മറ്റ് കാര്യങ്ങളൊന്നും ആരോപിക്കുന്നില്ല. സാധാരണ മരിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരെ അറിയിക്കുക, അല്ലെങ്കിൽ ഡോക്ടർ വന്ന് സ്ഥിരീകരിക്കുക, എന്നിട്ടാണ് മറവ് ചെയ്യുക. ഇതത് ചെയ്യാതെ എടുത്തു. അതിനെയാണ് എന്തോ സമാധി എന്ന് പറയുന്നത്. നമ്മൾ പറയും വിവേകാനന്ദ സമാധി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ കുറേ ആശ്രമത്തിലെ മഠാധിപതികൾ വന്നു എന്നാണ് പറയുന്നത്. നമുക്കറിയുന്ന പോലെ ശ്രീരാമകൃഷ്ണ മഠം ഒരു ആശ്രമമാണ്. ഇനി വേണ്ട നമ്മുടെ ശിവഗിരി മഠം ഒരു ആശ്രമമാണ്. ഇവരൊന്നും ഇവിടേക്ക് വന്നിട്ടില്ല. ഏത് ആശ്രമത്തിലെ അതറിയില്ല. മാധ്യമങ്ങളാണ് ഇതൊക്കെ പറയുന്നത്. റാഹിദ് റഷീദ് എന്ന് പറഞ്ഞാൽ റിപ്പോർട്ടർ TV-യിലെ ഒരു മാധ്യമ പ്രവർത്തകൻ. അദ്ദേഹമാണ് ഇത് തുടങ്ങി വെച്ചത്. വാർത്തകളൊന്നുമില്ലാത്തപ്പോൾ പെരപ്പുറത്ത് കയറുക എന്ന് പറഞ്ഞൊരു പരിപാടിയാണ്. കാരണം നമ്മളിപ്പോൾ അറിയുമ്പോൾ അറിയാം, സാധാരണ ഗതിയിൽ നടക്കുന്ന ഇന്നലെ നടന്ന ഒരു 3 ആളുടെ കൊലപാതകത്തിന് കിട്ടിയേക്കാൾ വലിയ പ്രാധാന്യം ഈ ഒരു വാർത്തയ്ക്ക് കിട്ടി. നമുക്കൊരു കാര്യം വ്യക്തമായി. കേരളത്തിലുള്ള എല്ലാ വ്ളോഗേഴ്സും തന്നെ മാധ്യമങ്ങൾ ചെയ്ത ഈ സമാധിക്കെതിരെ വീഡിയോ ചെയ്തു. സമാധി ഈ മരിച്ചു എന്ന് പറഞ്ഞ നാട്ടുകാരെ ഇപ്പം കൊണ്ടുവരണം. നിങ്ങളാണ് ആണുങ്ങൾ. ഞാൻ ആൻസർ പറയാം. ഇന്നത്തെ നമ്മുടെ നിഷ്പക്ഷ മാധ്യമങ്ങൾക്ക് ഇത് മനസ്സിലായില്ല. കേരളം ഇതെങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളത് അടയാളപ്പെടുത്തുന്നു കാലമേ. ഇത് മാധ്യമങ്ങളുടെ അവസാന കാലം, അത്രേ പറയാനുള്ളൂ. കാരണം ഈ സമാധി കൊണ്ട് നേട്ടം ഉണ്ടാവുന്നത് ആ കുടുംബക്കാർക്ക് ഒരു പരിപാടി. നമുക്ക് പറയേണ്ടത് വ്യവസായ മന്ത്രി P. രാജീവിനോട് പറഞ്ഞിട്ട് അവർക്കൊരു നല്ല സ്റ്റാർട്ടപ്പിനുള്ള അവാർഡ് കൊടുക്കാം. അടിപൊളി പരിപാടിയാണ്. ഒരു മരണം എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണത്. അത് ഏറ്റെടുക്കാൻ കുറേ ആളുകൾ, അത് സ്വാഭാവികമാണ്, എല്ലാം ഏറ്റെടുക്കും നമ്മളവിടെ. അതിൻ്റെ ഒരു പരിപാടിയാണ് കണ്ടത്. എന്തായാലും നല്ലൊരു സ്റ്റാർട്ടപ്പിന് എല്ലാവിധ സപ്പോർട്ടും കൊടുക്കുന്ന നമ്മുടെ മാധ്യമങ്ങൾക്ക് നല്ല നമസ്കാരം പറയാനായിട്ട് നമുക്ക് ഒരു പ്രോഡക്റ്റും ഇല്ലാതെ, ഒരു സാധനവും ഇല്ലാതെ ഇത്രയും മാർക്കറ്റിംഗ് കൊടുത്തതിന് അവർക്കും നമുക്ക് നല്ല നമസ്കാരം പറയാം. നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ കേരളം ഇതെങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത് ഒരുപാട് വ്ളോഗിങ്ങിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. അത് മനസ്സിലാവാത്ത നിങ്ങളോട് എന്ത് പറയാൻ എന്താ കാര്യം? അപ്പം ശരി, ഇനി നമ്മുടെ സമാധി എന്നാണ് ഇതിന് പറഞ്ഞതിന് പകരം